എല്ലാവർക്കും ചിയു ലുക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പറയാൻ പോണത് ഞങ്ങളെ വീടിന്റെ പെയിന്റിങ്ങിനെ കുറിച്ചാണ്. പെയിന്റിങ് സമയത്ത് ഞങ്ങൾ നേരിടേണ്ടി വന്ന വെല്ലുവിളി, പിന്നെ ഏത് പെയിന്റിങ് ഞങ്ങൾ യൂസ് ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോണത്. ഞങ്ങൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് ഒരു എംബ്രിക് കൊണ്ടുള്ള വീടായതുകൊണ്ട് തന്നെ ഞങ്ങൾ പെയിന്റിങ്ങിനെ കുറിച്ചൊന്നും വല്ലാണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മൊത്തം ഞങ്ങൾ പോളിഷ് ചെയ്യുക അങ്ങനെ ഒരു തീരുമാനമായിരുന്നു ആദ്യം ചെയ്തത്. എന്നാൽ പിന്നീട് ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ പ്ലാസ്റ്ററിങ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ എന്തായാലും പെയിന്റ് അടിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഈ ഒരു വീടിന് അനുയോജ്യമായിട്ടുള്ള പെയിന്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ആ സമയത്ത് ഞങ്ങൾ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. ഇനി പോളിഷ് ചെയ്യണം, മൊത്തം പോളിഷ് ചെയ്യണോ, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം ഒരു തീരുമാനം. പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മൊത്തം ഒരു തീരുമാനം എടുത്തത് വീടിന്റെ ഉള്ളിൽ മൊത്തം വൈറ്റ് പെയിന്റ് അടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പെയിന്റിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടും എത്ര റേറ്റ് വരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എടുത്തുള്ള കടയിൽ പോയിട്ട് പെയിന്റിന് എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 4-5 കടകളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടാവും. ഒരു 6000, 8 ആ റേറ്റിനൊക്കെയാണ് ഞങ്ങൾക്ക് പെയിന്റ് എന്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രൈമറിനാണെന്നുണ്ടെങ്കിൽ 2000 ഈ റേറ്റ് ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഏകദേശം അപ്പൊ തന്നെ മനസ്സിലായി ആ റേറ്റിലൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ വീട് മൊത്തം അടിച്ചു വരുമ്പോൾ നല്ലൊരു റേറ്റ് ആവും എന്നുള്ളത് കാര്യം. ഇതിപ്പോ 1350 സ്ക്വയർ ഫീറ്റ് വീടാണ്. ആ വീട് മൊത്തം പെയിന്റ്, ആ വീടിന് മൊത്തമുള്ള പെയിന്റിന്റെ റേറ്റ് കണക്കാക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ആ പെയിന്റിന് മാത്രം റേറ്റ് നമ്മൾ കണക്കാക്കിയ പോരല്ലോ, അതിന് പണിക്കൂലി കൂടി നമ്മൾ കൂട്ടണം. നല്ലൊരു സംഖ്യ ഞങ്ങൾക്ക് അതിനായിട്ട് വരും. ഈ പെയിന്റിങ്ങിൽ നമുക്ക് പണിക്കാർക്കുള്ള റേറ്റ് എന്തായാലും കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് ഈ കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന പെയിന്റ് അത് അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ നമുക്കൊരു ചുമതല ഉണ്ടായിരുന്നത്. കാരണം കുറഞ്ഞ റേറ്റില് വീട് പണി തീർക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പെയിന്റിനാണെങ്കിൽ ഇത്രയും അത്യാവശ്യം ബ്രാൻഡഡ് കമ്പനികൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ റേറ്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് എവിടെ കിട്ടുക എന്നുള്ളത് ഞങ്ങൾ പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഒരു പെയിന്റ് ഞങ്ങൾ കണ്ണിൽ പെട്ടത്. അത് എന്താ വെച്ചാല് നമ്മളെ കേരളത്തില് ഉണ്ടാക്കുന്ന പെയിന്റ് ആണ്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ഞങ്ങൾക്കൊരു പെയിന്റ് ഞങ്ങൾ കണ്ണിൽ പെട്ടത്. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഈ ബാക്കി മുൻനിരയിൽ നിൽക്കുന്ന ബാക്കി പെയിന്റിങ് കമ്പനീസ് തരുന്ന ക്വാളിറ്റിയും വാറന്റിയും ഒക്കെ അവർ തരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നുകൂടി വിശ്വാസം കൂടുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഈ പെയിന്റ് സെലക്ട് ചെയ്യാന്നുള്ളത് ലാസ്റ്റ് തീരുമാനം ആയി. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത പെയിന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പെയിന്റ് ആണ് കേട്ടോ, ഫ്ലവേഴ്സ്. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള പെയിന്റ്, ഫ്ലവേഴ്സിന്റെ പെയിന്റ്. ഞങ്ങൾ ഈ പെയിന്റ് എങ്ങനെ കണ്ണിൽ പെട്ടതെന്ന് വെച്ചാല് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയായിരുന്നു. ആ അഡ്വർടൈസ്മെന്റ് ഞങ്ങൾ കാണുവായി അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇപ്പൊ ഈ ഒരു 1350 സ്ക്വയർ ഫീറ്റ് ആണ് ഞങ്ങളെ വീടിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഇത്ര പോകുന്ന 1350 സ്ക്വയർ ഫീറ്റ് വീടിന് എത്രത്തോളം പെയിന്റ് അടിക്കുമ്പോൾ എത്രത്തോളം റേറ്റ് ആവും എന്നുള്ളത് അത്യാവശ്യം അറിവുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. നല്ലൊരു എമൗണ്ട് ആവും. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഫ്ലവേഴ്സിന്റെ കമ്പനിയായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ 2 കോട്ട് പ്രൈമർ, 2 കോട്ട് പെയിന്റ്, പിന്നെ ജനലിനും വാതിലിനും ഒക്കെ അടിക്കാനുള്ള പെയിന്റ് വേറെ. ഇതിനെല്ലാത്തിനും കൂടി ഞങ്ങൾക്ക് ആയിട്ടുള്ളത് 12,500 രൂപയാണ്. ഇതെന്താണ് ഇത്ര കുറഞ്ഞ റേറ്റിന് കിട്ടാൻ കാരണം എന്ന് വെച്ചാല് ഞങ്ങൾ ഈ പെയിന്റ് അന്വേഷിക്കുന്ന സമയത്ത് ഇപ്പൊ ഇവര് കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഇവര് 9ാം വാർഷികത്തോടനുബന്ധിച്ച് 50% എല്ലാ പെയിന്റിനും 50% ഓഫർ നൽകുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ലാഭത്തിന് തന്നെ 12,500 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലാഭം തന്നെയാണ്. ആ റേറ്റിന് ഞങ്ങൾക്ക് ഇത് കിട്ടി. ഇതിപ്പോ 1 കോട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഹാളാണത്. ഹാളിൽ 1 കോട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. എത്രത്തോളം ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇതിപ്പോ അത്യാവശ്യം നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. അടിച്ചപ്പോ തന്നെ നമുക്ക് 1 കോട്ട് അടിച്ചപ്പോ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇതായിട്ടുണ്ട്. എത്രത്തോളം ഗ്യാരന്റിയും വാറന്റിയും ഒക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പെയിന്റിനെ കുറിച്ച് അത്യാവശ്യം നല്ല വേവലാതി ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ ആരും ഈ ഒരു പെയിന്റ് യൂസ് ചെയ്തിട്ടില്ല. ബാക്കി കമ്പനികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വീടുകളിൽ പോയാലും ഈ അത്യാവശ്യം ബ്രാൻഡഡ് കമ്പനികളൊക്കെ ഓരോരുത്തർ അടിച്ചതും ഇതിന് പോരായ്മയാണെന്നുണ്ടെങ്കിലും ഗുണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഈ ചുറ്റുപാടുള്ള ആരും ഇത് ഉപയോഗിച്ചിട്ടുമില്ല, അവർ കേട്ടിട്ടുമില്ല ഈ കമ്പനി. അപ്പൊ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പെയിന്റ് അടിക്കാൻ ഞങ്ങൾ പെയിന്റിംഗ്
പെയിന്റിങ്ങുകാരൻ വന്നപ്പോൾ അത്യാവശ്യം പറഞ്ഞത് ഒരു അത്യാവശ്യം ഏരിയ അടിക്കാൻ കഴിയുന്നുള്ളൂ, പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതും അവർ പറഞ്ഞു. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല. ഈ പണി എടുക്കണോ ആൾക്കാർക്കല്ല ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ എത്ര റേറ്റിന് കുറഞ്ഞ് കിട്ടിയാലും കൂടുതൽ കിട്ടിയാലും അവർ ഈ പണി എടുക്കുന്നവർക്ക് ഇതിൻ്റെ നല്ല വശങ്ങളാണെങ്കിൽ ദോഷവശങ്ങളാണെങ്കിൽ മനസ്സിലാവുള്ളൂ. പക്ഷെ ഞങ്ങളെ പെയിന്റിങ്ങുകാരൻ പറഞ്ഞത് ഇത് അത്യാവശ്യം നല്ല പെയിന്റ് ആണെന്നുള്ളതും അത്യാവശ്യം നല്ല ലാഭത്തിനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൂടി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പെയിന്റിങ്ങുകാരൻ ഫസ്റ്റ് കോട്ട് പ്രൈമർ അടിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ റോളർ കൊണ്ട് അടിക്കുന്ന സമയത്ത് ബാക്കി പെയിന്റ് യൂസ് ചെയ്ത് അടിക്കുമ്പോൾ അതിന്റെ പാട് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും വരും. പക്ഷെ ഈ ഒരു പ്രൈമർ യൂസ് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു പാടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അത്യാവശ്യം ഏരിയയും കവർ ചെയ്ത് പോകണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഫ്ലവേഴ്സ് പെയിന്റുകാർ ഞങ്ങൾക്ക് KRS പാഴ്സൽ സെന്റർ മുഖേനയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ മുഖേന ഞങ്ങളിത് വീട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇനി നിങ്ങളടുത്ത് ഇങ്ങനെ പാഴ്സൽ സെന്റർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ മുഖേന നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വരില്ല. ഞങ്ങളിപ്പോൾ 100 രൂപയാണ് കൊടുത്തത്. അവിടുന്ന് എടക്കരയാണ് പാഴ്സൽ സെന്റർ ഉള്ളത്. അവിടുന്ന് വീട്ടിലേക്ക് 100 രൂപയായിരുന്നു ഈ പെയിന്റ് എത്തിക്കാൻ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ചാർജ് എന്ന് പറയണത്. ഇപ്പം ഞങ്ങളെ വീട് 1350 സ്ക്വയർ ഫീറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇത്ര ബോക്സൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ മുഖേന വീട്ടിലെത്തിക്കേണ്ടി വന്നത്. ഇനി ഫ്ലവേഴ്സ് പെയിന്റ് ഉപയോഗിച്ച് വീട് പെയിന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.